Okay, good morning. Okay. So in the previous classes, we have seen various replacement methods, and now we'll see just a real-time problem, so that you will get a clear understanding of how it is there, how the replacement is done. Just a simple example. So you no need to write the question, just listen. Okay. So this is your question. The cost of a machine, cost of the machine is rupees 6,100, and the scrap value is only rupees 100. Now the maintenance cost found from expenditure is as follows. When should the machine be replaced? So this is the question. The cost of a machine is 6,100. So a machine, you have got a machine, and the cost, the initial investment or the initial cost is 6,100, and it has a scrap value or a resale value. Scrap value, it is only rupees 100. Scrap value എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ആക്രി വില എന്നൊക്കെ നമ്മൾ പറയല്ലേ, അത് തന്നെ. ഇത് അവസാനം നശിക്കാറാകുമ്പോൾ എന്താണ്, നശിച്ചു കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വില, തുരുമ്പ് വില എന്നൊക്കെ പറയുന്ന പോലെ. Resale value is only 100 rupees. Now the maintenance cost from the experience is as follows. നമുക്ക് ഇനിയും ആ മെയിൻ്റനൻസ് കോസ്റ്റ് ഓരോ വർഷവും എത്ര രൂപയാണ് മെയിൻ്റനൻസിന് വരിക, അങ്ങനെ ഒരു 8 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. അത് ഡേറ്റ തരാം. അപ്പോൾ ആ ഡേറ്റ പ്രകാരം അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും, then should the machine be replaced, എങ്ങനെയായിരിക്കും റീപ്ലേസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ തന്നേക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ദ മെഷീൻ, ഇനീഷ്യൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, അതേപോലെ സ്ക്രാപ്പ് വാല്യൂ, ഇത് രണ്ടുമാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ഇനീഷ്യൽ കോസ്റ്റ് സി, ദാറ്റ് ഈസ്, so we are given with the given conditions. Given parameters are C, initial cost. Initial cost is given, that is rupees 6100, and the scrap value yes equal to rupees 100. ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗിവൺ ഡേറ്റ, ഇനി ഡേറ്റ ഇതാണ് പറയുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ?
So this is the data or the maintenance cost details. For year 1, the maintenance cost is 100. For year 2, it is 250. For 3 and all. So as the year passes, the maintenance cost also increases because there is many chances of failures. So initially there will be only a small amount of maintenance required. Then as the years passes away, the maintenance will be more. So the maintenance cost will also be more. So this is the data available. Now we will see at what time this should be replaced. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതോ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് നഷ്ടമാവും. അതെപ്പോഴാണ്, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഗിവൺ പാരാമീറ്റേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? വി ഹാവ് ആർ ഈക്വൽ ടു കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് സി. ഇനീഷ്യൽ കോസ്റ്റ് സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സി ഈക്വൽ ടു 6100. അതേപോലെ സ്ക്രാപ്പ് വാല്യൂ എസ് ഈക്വൽ ടു 100. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഒന്ന് കൺസിഡർ ചെയ്യാം, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് do one thing. ഇവിടെ ഒരു വേറെ ഷീറ്റ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, here then here the maintenance cost, maintenance cost next cumulative maintenance cost. Cumulative maintenance cost. Then let this be we can represent it as maintenance cost as CM. So denotation just കൊടുക്കുന്നേ ഉള്ളൂ, CM. Okay, and the cumulative maintenance cost let it be എന്താ പേര് കൊടുക്കുക? ഒരു cumulative cost ആകുമ്പം AC എന്നിരിക്കട്ടെ. സി മൈനസ് എസ്. സി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സി ആൻഡ് എം എസ്, അതായത് സാൽവേജ് വാല്യൂ, അതായത് ദിസ് ഇസ് ദ എന്താണ് ഇനീഷ്യൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. Then the total cost. Total cost given by ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്നത്, അതായത് സി മൈനസ് എസ് എന്ന് പറഞ്ഞ വാല്യൂ സി മൈനസ് എസ് എന്ന് പറഞ്ഞ വാല്യൂ ഇതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ഈ പറഞ്ഞ ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ്. ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ TCM അല്ലേ?
തൊട്ടുള്ളതൊന്നും ഇല്ലേ? കോസ്റ്റ് നെക്സ്റ്റ് ആവറേജ് കോസ്റ്റ്. Average cost given by total cost divided by number of year. ഇതിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടലി ഇപ്പം എത്ര ഇയേഴ്സാണ്? 8 ഇയേഴ്സ് അല്ലേ ഉള്ളത്? 1 2 8 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇത് നമ്മൾ ജസ്റ്റ് ഇവിടേക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ്റനൻസ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ തന്നേക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്, ഓരോ ഇയറിലെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇനി ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ്. ക്യുമുലേറ്റീവ് മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പം ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇയറിൽ മെയിൻ്റനൻസ് കോസ്റ്റ് വന്ന എത്രയാണ്? 100 ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 100 പ്ലസ് ഈ 250, ദാറ്റ് ഈസ് എത്ര വരിക? 350. നെക്സ്റ്റ് അവിടം വരെ ഉള്ളത്, അതായത് 100 പ്ലസ് 250 പ്ലസ് 400, അപ്പോൾ എന്തായിരിക്കും വരിക? ഈക്വൽ ടു 750 ആൻഡ് ഗോ ഓൺ. അപ്പോൾ എത്ര വരുന്നതായിരുന്നു? 1350, 2250, 3450, 5050 ആൻഡ് 7050 ആണ് ക്യുമുലേറ്റീവ് വാല്യൂസ്. എന്താണ് മെയിൻ്റനൻസ് കോസ്റ്റ് ഫസ്റ്റ് ഇയറിൽ. ഇനി സെക്കൻഡ് ഇയറും കൂടെ ചേർന്ന് വരുന്നത്, തേർഡ് ഇയർ വരുമ്പം ആകെ മൊത്തം 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട്. സോ ടോട്ടലി 8 വർഷം കഴിയുമ്പോൾ എത്രയാണ്? മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രം ഇത്രയായി അല്ലേ? 7050 ആയി. ഇനി ഓരോ കേസിലും നമുക്ക് ഇതിപ്പോൾ ഒരു കോൺസ്റ്റന്റ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് സ്ക്രാപ്പ് വാല്യൂ ആണ് പറഞ്ഞേക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും എന്താണ്? ഇവിടെ എല്ലാം 6000. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഓരോ ഇയറിലെയും ഉള്ള മെയിൻ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇത് ക്യുമുലേറ്റീവ് വാല്യൂ. ഇനി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ വാല്യൂ, അതായത് ആ മെഷീൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ ഇത് നശിച്ചു പോവാണെന്ന് കരുതുക. ഫസ്റ്റ് ഇയറിൽ സപ്പോസ് ദ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ടു സ്ക്രാപ്പ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഇറ്റ് സെൽഫ്, ദെൻ ദാറ്റ് മീൻസ് ദ കോസ്റ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. എങ്ങനെയാണ്? നമ്മൾ വാങ്ങിയത് 6100-നായിരുന്നു. അപ്പം കൊടുക്കുന്നത് എത്ര ആണ്? കേടായി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും 3 വർഷം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും അതിന് 100 രൂപയെ കിട്ടത്തുള്ളൂ അല്ലേ? സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? C മൈനസ് എസ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ വാല്യൂ, ഈ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഈ വാല്യൂ ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇനി പ്ലസ് ദ ക്യുമുലേറ്റീവ് കോസ്റ്റ്, അതിനകത്ത് വീണ്ടും വരുന്ന ചിലവ് എത്രയാണ്?
നമുക്ക് കിട്ടുന്ന വാല്യൂ എന്നല്ല, നമുക്ക് ചിലവാകുന്ന വാല്യൂ എത്രയാണ് പ്ലസ് ദ ക്യൂമുലേറ്റീവ്. അപ്പോൾ ഇതുവരെയുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് പ്ലസ് ചെയ്യണം. അതായിരിക്കും ഈ ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ എഴുതുക. ഇനി സെക്കൻഡ് ഇയറിൽ, രണ്ടാമത്തെ വർഷമാണ് ഇത് സംഭവിക്കുന്നെങ്കിൽ, അവിടെ സി മൈനസ് എസ്, അതായത് രണ്ടാമത്തെ വർഷമായാലും നമുക്ക് മാക്സിമം കിട്ടുന്ന എത്രയാണ് 100 രൂപ കിട്ടുള്ളൂ സ്ക്രാപ്പ് വാല്യൂ. അവിടുത്തെ നമുക്ക് ആദ്യം ചിലവായ പൈസ എത്രയായിരുന്നു? 6100 ആയിരുന്നു. ഇനി വീണ്ടും നമുക്ക് ചിലവ് വന്നു. എന്തൊക്കെയാണ്? ഈ ഒരു മാസവും മെയിൻ്റനൻസിന് പോയി, ഈ ഒരു വർഷവും മെയിൻ്റനൻസിന് നമുക്ക് എമൗണ്ട് പോയി അല്ലേ? അതായത് ടോട്ടലി 350 എമൗണ്ട് നമ്മൾ മെയിൻ്റനൻസിനും കൂടെ നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് വാല്യൂ ഷുഡ് ബി ആഡഡ് ടു ദ ദിസ് പർട്ടിക്കുലർ വാല്യൂ. സോ ദ ടോട്ടൽ കോസ്റ്റ് വിൽ ബി ദ അഡീഷൻ ഓഫ് ദിസ് 2. അപ്പം അങ്ങനെ ഈ 8 വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു so we get the values like this. ഇങ്ങനെ നമുക്ക് കിട്ടി അല്ലേ? ഇനി ഓരോ കേസിലെയും ആവറേജ് കോസ്റ്റ് നമുക്ക് നോക്കാം. ഓരോ വർഷവും ഉണ്ടാകുന്ന ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ടോട്ടൽ വാല്യൂ, ദിസ് ഇസ് ദ വാല്യൂ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ദ വാല്യൂ ടി. ഓക്കെ, ടി ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതിപ്പം ഇവിടെ ആണെങ്കിൽ 6100/1. ഇവിടെ ആണെങ്കിൽ ഇതിപ്പം ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് വന്നത് എപ്പോഴാണ്? 2 വർഷം കൊണ്ടാണ് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണെങ്കിൽ 3 വർഷത്തിന് ശേഷമുള്ള ആണ് ടോട്ടൽ കോസ്റ്റ്. അപ്പം ദിസ് വാല്യൂ ഡിവൈഡ് ബൈ 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവറേജ് കോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ആവറേജ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. അപ്പം ദറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയർ. ഓക്കെ, ആ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു റീപ്ലേസ്മെൻറ്റ് വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? ഈ 2 വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ? രണ്ടും സെയിം ആണ് അല്ലേ? അപ്പം ടോട്ടൽ കോസ്റ്റും അതേപോലെ ആവറേജ് കോസ്റ്റും സെയിം ആണ്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാതെ പോയി. അടുത്തതിനകത്ത് ടോട്ടൽ കോസ്റ്റ് ഇതായിരുന്നു, ആവറേജ് കോസ്റ്റ് കുറവാണ്. അങ്ങനെ നോക്കി എവിടെയാണോ ആവറേജ് കോസ്റ്റ് കൂടുന്നത് അത് നോക്കുമ്പോൾ ഈ ഒരു കേസിൽ, അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് F9 തരുന്നില്ല. പോട്ടെ, എന്തോ ഒരു എറർ വന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇപ്പം അത് നോക്കണ്ട. ഇപ്പോൾ ഈ കേസിൽ എപ്പോഴാണോ ഈ വാല്യൂ, ഇപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് ഇയറിൽ നോക്കുവാണെങ്കിൽ രണ്ടും സെയിം ആണ്.
സെക്കൻഡ് ഇയർ നമ്മൾ വന്നു. സെക്കൻഡ് ഇയർ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെയും ദിസ് വാല്യൂ ആവറേജ് കോസ്റ്റ് വിൽ ബി ലെസ് ദാൻ ദ ടോട്ടൽ കോസ്റ്റ്. ഇവിടെ എത്തിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ എത്തിയപ്പോഴും അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കുകയാണ് ഒരു സെവൻത് ഇയർ എത്തി. ഇവിടെ എത്തിയപ്പോൾ എന്താണ്? ആവറേജ് കോസ്റ്റ് കൂടി അല്ലേ? ആവറേജ് കോസ്റ്റ് കൂടി. അപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ ഈ ആവറേജ് കോസ്റ്റ് കൂടിയ വർഷം ഏതാന്ന് നോക്കുക, 7 അല്ലേ? അപ്പോൾ ഈ സെവൻത് ഇയർ തൊട്ട് എന്തായിരിക്കും? നമുക്ക് നഷ്ടമായിരിക്കും. അതുകൊണ്ട് എയ്തർ ഓൺ ദ എൻഡ് ഓഫ് സിക്സ്ത് ഇയറിൻ്റെ എൻഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ്ഡ്. സിക്സ്തിൻ്റെ എൻഡോടെ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ സെവൻത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ റീപ്ലേസ് ചെയ്യുക. കാരണം സെവൻത് ഇയർ തൊട്ട് എന്തായിരിക്കും? നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളൊരു റീപ്ലേസ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ. ഇനി ചില കേസിൽ പ്രോബ്ലംസിലാണെങ്കിൽ അവർ തരും, അതായത് ഒരു കോളം കൂടെ തരും, അതായത് മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കൂടെ സ്ക്രാപ്പ് വാല്യൂ, അതായത് ഇപ്പോൾ സ്ക്രാപ്പ് വാല്യൂ തരും. അതായത് ഇങ്ങനെ ഒരു സിംഗിൾ വാല്യൂവിന് പകരം സ്ക്രാപ്പ് വാല്യൂ ഓരോ വർഷവും ഓരോ സ്ക്രാപ്പ് വാല്യൂ ആയിട്ടായിരിക്കും ചിലപ്പോൾ തരിക. അതായത് തുടക്കത്തിൽ ഇപ്പം ഒരു 100 ആയിരുന്നതിന് കരുതുക, 100 അല്ല, തുടക്കത്തിൽ ഇപ്പം സപ്പോസ് യു ഹാവ് 600, തുടക്കത്തിൽ 600 കിട്ടും സ്ക്രാപ്പ് വാല്യൂ. പിന്നീട് അത് കുറഞ്ഞു 500, 400, 300, 350, 310, 100. ഈ രീതിയിൽ വേണേൽ പോവാം. സ്ക്രാപ്പ് വാല്യൂ എന്നിട്ട് ഇങ്ങനെ വരാം. അപ്പം അങ്ങനാണെങ്കിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും വരിക. അതായത് ഈക്വൽ ടു ദാറ്റ് ഈസ് ഓക്കെ. ഇവിടുത്തെ C - S എന്ന് പറയുമ്പം എപ്പോഴും വരുന്നത് എന്തായിരിക്കും? 6000 ആയിരിക്കില്ല, പകരം എന്തായിരിക്കും? ദാറ്റ് ഈസ് C - S എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ വാല്യൂസും, അതായത് ഇവിടെ നമുക്ക് 6100 അല്ലേ, 6 - 00 മൈനസ് വാല്യൂ will be the value for C - S. C - Sന്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് ഇവിടെ വരുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. അതിനനുസരിച്ച് വാല്യൂ വേരി ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ രീതിയിലായിരിക്കും വരിക. അപ്പം പല ടൈപ്പിൽ വരാം. അപ്പോൾ എനിവേ ദിസ് ഈസ് ദ വേ ഹൗ യു വിൽ ഫൈൻഡ് വെദർ വെൻ ടു റീപ്ലേസ് എ പ്രോഡക്റ്റ്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലംസ് അങ്ങനെ ആരും ചോദിക്കില്ല, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, നൗ just a minute.
Okay, just അടുത്തൊരു ടോപ്പിക് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. Okay. Anyway, we have just started the depreciation. So what is the depreciation? Depreciation was the actually it is a reduction in the value. It is the reduction in value mainly. Okay, reduction in the value or efficiency. അപ്പോൾ എന്താണ് വാല്യൂ എന്തിൻ്റെ ആയാലും either it is a plant or equipment or any asset, the reduction in its value or the performance or the efficiency that may be due to many factors like passage of time, climatic conditions, usage, or even due to obsolescence. This reduction in value is termed as the depreciation, and it can be mainly due to two factors. That is, first is the physical condition, and second, due to the economic factors. So what are the physical conditions? So the physical conditions are like due to wear and tear of the parts due to the operating conditions and all. There will be many wear and tears in the product, so that due to that physical conditions, the value of the product may be decreased. Then next is actions like rusting, heat or decay. That is the damages. Due to the various damages like rusting, heat or decay, the value of the products may be decreased because it may not be able to function in a proper manner. So the efficiency will be low. Now, due to some disasters, natural disasters like accidents, earthquakes, floods, etc. So due to some disasters, unplanned disasters, unforeseen disasters like accidents, earthquakes, floods, whatever may be, the efficiency of the working of the product may be altered and or damaged or deteriorated, so that the depreciation occurs. And finally, due to poor maintenance. So if the maintenance is not done in a proper manner, then what happens is the chances of getting failure, the chances of getting failure or failed will be more. So due to poor maintenance also, the depreciation will occur. These are the physical conditions. Now regarding the economic factors, there are mainly two things. Economic factors, that is, first one is inadequacy. Inadequacy just means the reduction in the efficiency. If the efficiency is reducing, efficiency of the current product is reducing due to many reasons, then it may result in the depreciated amount. Then one more thing, that is the obsolescence. If the product becomes obsolete due to technical advancement in the new product, then the old one will be depreciated or the value of which will be reduced. So these are the two factors. Now there are many terms associated with this analysis, and we will see other methods also. So that we will continue in the next class.